Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Okay. Good afternoon, all. Prayer ആരാണ്? ഹായ് മാം, ഞാനാണ് സുധ. സുധ. ഓക്കേടാ. പേര് പറഞ്ഞോട്ടെ സുധ. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. താങ്ക് യു. Thank you, Simon. Hi, ma'am. I'm Sharanya. Signing. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേരും വായം പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വായപ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ വരുമ്പോൾ മൗനം പാടുന്നു. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. താങ്ക് യു മാം. നന്നായിരുന്നു ശരണ്യ. താങ്ക് യു മാം. Thought of the day. My name is Shruti. I am going to present thought of the day. Injustice anywhere is a threat to justice everywhere. I repeat, injustice anywhere is a threat to justice everywhere. Martin Luther King. Today on International Justice Day, we are reminded that true justice knows no borders. When one person suffers injustice, justice everywhere is at risk. Thank you. നന്നായിരുന്നു ശരണ്യ. Thank you, Simon. Good afternoon, all. Prayer ആരാണ്? Today on International Justice Day, we are reminded that true justice knows no borders. When one person suffers injustice, justice everywhere is at risk. Thank you.
നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നല്ലേ അല്ലെ? സോറി, യൂണിറ്റ് 4 ചൈൽഡ് കോമൺ ചൈൽഡ് ഡിസീസ് അല്ലെ? ഓർമ്മയുണ്ടോ? 1 വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വന്നോണ്ട് ചിലപ്പോ ഓർമ്മയൊക്കെ പോയിട്ടുണ്ടാവും, മറന്നുപോയിട്ടുണ്ടാവും. കോമൺ ചൈൽഡ് ഡിസീസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഓർമ്മയുണ്ടോ? ചെയ്തു മാം. ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? പെൻഡാവാലൻ വാക്സിൻ. പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ഓക്കെ, അതിലൊരാളൊന്ന് പറഞ്ഞേ, പെൻഡാവാലൻ വാക്സിനിൽ ഏതൊക്കെ അസുഖങ്ങൾക്ക് എതിരെയാണ് പെൻഡാവാലൻ വാക്സിൻ എടുക്കുന്നത്? ഡിഫ്തീരിയ, whooping cough, ഡിഫ്തീരിയ, ഒരാള് പറയാം. ടെറ്റാനസ്, ഹെപ്പറ്റൈറ്റിസ്, ഒരാള് പറയും. ബിന്ദുജ हाँ मैम. പറഞ്ഞോടാ, ബാക്കി എല്ലാരും മ്യൂട്ട് ആവാം കേട്ടോ. diphtheria, tetanus, pertussis, hepatitis B, and HBI, hemophilus and influenza. എല്ലാവരും പഠിച്ചല്ലോ പെൻഡാവാലിന്റെ ഏതൊക്കെ അസുഖങ്ങൾക്ക് എതിരെ എടുക്കുന്ന വാക്സിൻ ആണ്. കറന്റ്ലി ആണ് കേട്ടോ, പുതിയ ഒരു ഇത് പ്രകാരമാണ് ഈ വാക്സിൻ പോകുന്നത് കേട്ടോ. ഇതിക്ക് മുമ്പ് വരെ DPT ആയിരുന്നു എടുത്തിരുന്നത്. നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് DPT എന്ന് പറയുന്ന വാക്സിൻ ആയിരിക്കും. ഇപ്പൊ മാറിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് വൂഫിംഗ് കഫ് വരെയാണോ എടുത്തത്? Diphtheria. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസീസ് എന്ന് പറയുന്നത് ടെറ്റനസ് ആണ്. ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം ശരിക്കും ചെറിയ മുറിവുകളിലൂടെയാണ് നമ്മുടെ ബോഡീനെ എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. ചെറിയ മുറിവിലൂടെ ഈ ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറി നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് ബാധിക്കുകയും ചെയ്യാറാണ് പതിവ്. ഈ ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെറ്റനസിന്റെ ബാക്ടീരിയ ഈ കൗഡങ് ആൻഡ് ഹോസ് ഡങ് ഒക്കെ ഉണ്ടല്ലോ, അതിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ കുട്ടികളാണ്, നമുക്ക് പറയാൻ പറ്റില്ല കുട്ടികൾ പ്രോപ്പർ ആയിട്ട് ചപ്പൽസ് ഒക്കെ യൂസ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചപ്പലൊക്കെ വേറെ ഏതോ വിട്ടെങ്കിലും കളിക്കാനൊക്കെ പോകുമ്പോൾ അവർ എവിടെയെങ്കിലൊക്കെ അത് ഊരിടാനും അവര് മേ ബി എന്താണ് കാല് ചെരുപ്പില്ലാതെ തന്നെ പറമ്പിലും പാടത്തൊക്കെ എന്ത് ചെയ്യും, കളിക്കാനൊക്കെ പോകും. പണ്ടത്തെ പിള്ളേര്, ഇന്നത്തെ കുട്ടികൾ എങ്ങനെയൊന്നും അറിയൂല. എന്നാലും അവര് ചെരുപ്പൊന്നും ഇടാൻ കടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോ ഈ ബാക്ടീരിയ ഓൾറെഡി നമ്മുടെ സോയിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുറിവുകളിലൂടെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ബാൻഡേജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ എൻ്റർ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് അത് എന്ത് ചെയ്യും, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ദെൻ ഇൻഡിഫറൻസ് ഇൻ മസിൽസ്, നമ്മുടെ മസിൽ സ്പാം പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പേഷ്യന്റ് അഡ്വാൻസ് കണ്ടീഷൻ വരുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോലും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു അസുഖമാണ് എന്ത്, ടെറ്റനസ്. ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മള് എന്താണ്, കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുട്ടി ജനിക്കുന്നതിന് മുമ്പേ എന്ത് കൊടുക്കുന്നുണ്ട്, വാക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. വാക്സിന്റെ പേര് നമ്മൾ കൊടുക്കാറില്ലേ? ടെറ്റനസ് വാക്സിൻ അറിയോ? TT എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? TT കൊടുക്കാറില്ലേ? ഓക്കെ, ഓക്കെ, TT ആണ് നമ്മൾ കൊടുക്കുന്നത്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്കാണ് കൊടുക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ട്, കുട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതായത് തോന്നുന്നു 3 monthsലും 5 monthsലാണ്. പ്രഗ്നൻസി തമ്മിൽ ഗ്യാപ്പ് ഇല്ലെങ്കിൽ തോന്നുന്നു ഒരു 5th monthൽ ഒരു ബൂസ്റ്റർ ഡോസ് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഈ വാക്സിൻസിന്റെ ഒപ്പം തന്നെ TTയുടെ വാക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോ ഒരു പരിധി വരെ നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു അസുഖം വരാതിരിക്കാൻ നമുക്ക് ഈ വാക്സിൻ പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, ഇനി സാധാരണ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സിംറ്റംസ് എന്ന് പറഞ്ഞാല്, നമ്മുടെ മസിൽസിനൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. മസിൽസിനൊക്കെ എങ്ങനെയായിരിക്കും, ഭയങ്കര പെയിൻ ആയിരിക്കും. ഹെഡേക്ക് ഉണ്ട്, ഫീവർ, സെറ്റിംഗ് ഒക്കെ വരും, ബ്ലഡ് പ്രഷർ ചേഞ്ചസ് വരും. നമ്മള്
ഒരു മുറിവ് സംഭവിച്ചു, ചെറിയൊരു മുറിവ് സംഭവിച്ചു, പ്രത്യേകിച്ച് കാലിലാണ് ചെറിയ മുറിവ് സംഭവിച്ചെങ്കിൽ കുറച്ചും കൂടി പ്രിക്കോഷൻ നമ്മൾ കൂടുതലെടുക്കണം. കുട്ടികളുടെ കേസിൽ കാലിലാണ് മുറിവ് സംഭവിച്ചിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് കൂടുതലെടുക്കണം. കാരണം നമ്മൾ ആ മുറിവ് സംഭവിച്ച പോർഷൻ നല്ല രീതിയിൽ വാട്ടറും സോപ്പൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സോപ്പും വാട്ടറും ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വാഷ് ചെയ്ത് അത് നല്ല മുറിവ് നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഈ ഒരു രോഗാണു ആ മുറിവ് പറ്റിയ സമയത്ത് അല്ലെങ്കിൽ പോലും ഈ രോഗാണു പിന്നീട് തുറന്നു കിടക്കുകയാണെങ്കിൽ നമ്മുടെ കാലിലേക്ക് അത് എൻട്രി ചെയ്യാനും അത് നമ്മുടെ ബോഡി എന്താ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോ ആരാണ് ടെറ്റനസിനെ കുറിച്ച് വായിക്കുന്നത്? ഞാൻ വായിക്കാം മാം. ടെറ്റനസ് മാം. ഹലോ മാം. വായിച്ചോടോ. Tetanus. The germs enter the body through injuries and it acts on the nervous systems. Indifference in muscles is a primary symptom of this disease. The muscles spasms make sleeping difficult and even the patients will not be able to breathe in advanced conditions. The bacteria that cause this disease grow in cow dung, horse dung, etc. Even small ones should be cared for properly. ഓക്കെ, അപ്പൊ ടെറ്റനസ് എന്ന് പറയുന്നത് ജേംസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവുന്നത് ത്രൂ എങ്ങനെയാണ്, ഇഞ്ചുറീസ് മുഖേനയാണ് നമ്മുടെ ബോഡിയിലേക്ക് അത് എൻ്റർ ആകുന്നത്. ത്രൂ ഇഞ്ചുറീസ് നോട്ട് ചെയ്യാം. ഇഞ്ചുറീസ് മുഖേന നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്ന അസുഖം ഏതാണ്? ടെറ്റനസ് ആണ്. ഫസ്റ്റ് നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നു. ദെൻ ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ആണ് സെക്കൻഡ് പ്രൈമറി സിംറ്റം ആയിട്ട് പറയുന്നത്. ദെൻ മസിൽ സ്പാം വരുന്നു. അഡ്വാൻസ് കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസും ഒക്കെയാണ് വരുന്നത്. ദെൻ ഈ ബാക്ടീരിയ കോമൺ ആയിട്ട് കൗ ഡങ്ങിലും അതേപോലെ തന്നെ ഹോസ് ഡങ് എന്ന് പറയുന്ന ഡങ്ങിലൊക്കെ ഉണ്ടാവും, ചാണകത്തിലും ഒക്കെ ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മള് ചെറിയൊരു മുറിവാണെങ്കിൽ പോലും പ്രോപ്പർലി കെയർ ചെയ്തില്ലെങ്കിൽ ഈ ഒരു അസുഖം നമുക്ക് വരും. ഞാനൊരു എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മളധികം കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ആരുമായിട്ട് അധികം കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനില് കോവിഡ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനൊരു നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ പാലൊക്കെ കൊണ്ട് തന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടനെ കണ്ടു. അപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് മുമ്പ് കണ്ട സമയത്ത് ആൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. പക്ഷെ കോവിഡ് കഴിഞ്ഞപ്പോ കണ്ടപ്പോ ആളുടെ ഒരു കാല് മുറിച്ചിരിക്കുകയാണ്, മുറിച്ചു മാറ്റി. അപ്പോ ഞാൻ ചോദിച്ചു, ഇത് എന്ത് പറ്റിയതാന്ന് ചോദിച്ചു. എന്താ നമുക്ക് അറിഞ്ഞൂടല്ലോ, ഇത്രയും നാളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇത് എന്ത് പറ്റിയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മോളെ കോവിഡ് ഒക്കെ ആയിരുന്നില്ലേ, ആ സമയത്ത് എന്റെ കാലുമ്പോ ചെറിയൊരു കുപ്പിച്ചില് കയറി. ഞാൻ തൊഴുത്ത് വൃത്തിയാക്കുന്ന സമയത്തായിരുന്നു കുപ്പിച്ചില് കയറിയത്. ഞാനത് കഴുകി കളഞ്ഞിട്ട് കെട്ടി വെച്ചിട്ട് ബാക്കി എന്റെ പണികൾ നോക്കി. പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് എടുക്കാൻ പേടിയായിരുന്നു. കാരണം കോവിഡ് ആണ്, ഫുൾ ഹോസ്പിറ്റലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാണ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ആ സമയത്ത് നമുക്ക് ഭയങ്കര പ്രഷറായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ പോകാൻ പോലും നമുക്ക് പേടിയായിരുന്നു. അപ്പൊ ആ ഒരു പേടി കൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഹോസ്പിറ്റലൊന്നും പോയില്ല. ഞാൻ കാല് നല്ല രീതിയിൽ എന്ത് ചെയ്തു, കെട്ടി മുറിവ് ബാൻഡേജ് ഒക്കെ ചെയ്ത് വെച്ചു. പക്ഷെ അന്ന് ഞാൻ തീറ്റി എടുത്തിരുന്നെങ്കിൽ എനിക്കൊരു അവസ്ഥ വരില്ലായിരുന്നു. കാല് മുറിച്ച് കളയേണ്ട വന്നപ്പോ ഡോക്ടർ പറഞ്ഞത്, അന്ന് പ്രോപ്പറായിട്ട് ട്രീറ്റ് എടുത്തിരുന്നെങ്കിൽ എനിക്കൊരു അവസ്ഥ വരില്ലായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അത് ബോഡിയിലേക്ക് എൻ്റർ ആ ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞപ്പോ ഡോക്ടറാ പറഞ്ഞത് അത് ഇവിടെ വെച്ച് മുറിച്ച് കളയേണ്ട വരും എന്ന്. ഇങ്ങനെ ആ കാല് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, മുറിച്ച് മാറ്റിയിട്ട് വന്നു. അപ്പോ നമ്മൾ പ്രോപ്പറായിട്ട് ഇഞ്ചുറീസ്, ചെറിയൊരു ഇഞ്ചുറി ആണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിൽ, ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ലൈഫിനെ ഒരുപാട് എഫക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ആ ചേട്ടനായിരുന്നു ആ ഫാമിലിയുടെ ഏക ജീവിതമാർഗം എന്ന് പറയുന്നത്. ഒത്തിരി ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പൊ ആ ചേട്ടന്റെ വൈഫ് ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ആ ചേട്ടനെ കൊണ്ട് പറ്റുന്നത് ലോട്ടറി കച്ചവടമാണ്. അതിപ്പോ ചെയ്ത് പോകുന്നത്. അപ്പോ പണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം പശുവും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി നടന്നൊരു ഫാമിലിയിൽ പെട്ടെന്നാണ് ഈ ഒരു അസുഖം മൂലം ഈ ഒരു പ്രശ്നം പറ്റിയത്.
അപ്പോ ചെറിയൊരു മുറിവാണെങ്കിൽ പോലും നമ്മൾ കെയർഫുൾ ആയിട്ട് എന്ത് വേണം, നമ്മളത് കെയർഫുള്ളി അത് ഹാൻഡിൽ ചെയ്യണം, പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിൽ. കാരണം കുട്ടികൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പോകുന്നില്ല എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇനിയിപ്പോ ഇവന് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്ത് കവർ ചെയ്തിട്ട് വേണം അവരെ പുറത്തേക്ക് പോലും വിടാനായിട്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഇതേപോലെ കാലുമ്പോ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് ബാൻഡേജ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചേഴ്സിനാണ്. അല്ലെങ്കിൽ അവിടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റില് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരിക്കും. നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് ആ ബാൻഡേജ് പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാലും ആ ബാൻഡേജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യരുത്, പുറത്തേക്ക് കളിക്കാനൊന്നും വിടരുത്. അവരോട് പറയാം, ഇത് മുറിവ് ഉണങ്ങണ വരെ നീ പുറത്തൊന്നും പോയി കളിക്കണ്ട, ഇരുന്നാൽ മതി. കാരണം പ്രത്യേകിച്ച് കാലുമ്മയാണ് മുറിവ് സംഭവിച്ചിരിക്കുന്നത്. മേ ബി ടെറ്റനസിന്റെ ജെൽസ് അവർക്ക് പെട്ടെന്ന് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് എൻറ്റർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ടെറ്റനസ് എന്താണ് ഡിസീസ് എന്നും അതിന്റെ ഡിഫിക്കൽട്ടീസും മനസ്സിലായോ, അതെങ്ങനെ എൻറ്റർ ചെയ്യുന്നതെന്നും അതേപോലെ എന്തിലാണ് ടെറ്റനസിന്റെ ബാക്ടീരിയ കൂടുതലായിട്ട് കാണുന്നതെന്നൊക്കെ. നെക്സ്റ്റ് ഡിസീസ് ആണ് പോളിയോ. കേട്ടിട്ടുണ്ടാവൂല്ലേ പോളിയോ എന്ന്? കേട്ടിട്ടുണ്ട്. പോളിയോ എന്ന് പറയുന്നത് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിയോ എടുക്കുന്ന വാക്സിൻ എടുക്കുന്നത്. രണ്ട് ടൈപ്പ് പോളിയോ വാക്സിൻസ് ഒക്കെ അറിയാം. ഓറൽ പോളിയോ വാക്സിനും ഇത് കൊടുക്കുന്നത് തുള്ളിമരുന്ന് രൂപയാണ് കൊടുക്കുന്നത് ഓറൽ പോളിയോ വാക്സിൻ ആണ്. അതേപോലെ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞിട്ട് IPV കൊടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ മുഖേനയും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, പോളിയോ വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോ പോളിയോ എന്ന് പറയുന്ന മലയാളത്തിൽ നമ്മൾ പിള്ളവാതം എന്നൊക്കെ പറയും. നമുക്ക് എന്താ പറയാ, കേരളത്തിൽ അഭിമാനിക്കാം. കാരണം 2000-ന് ശേഷം കേരളത്തിൽ ഇതുവരെയും ആർക്കും എന്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ, മ്യൂട്ട് ആയിക്കോട്ടെടാ, സൗണ്ട് എക്കോ ഡിസ്റ്റർബൻസ് വരെ. അപ്പൊ 2000-ന് ശേഷം കേരളത്തിൽ ആർക്കും എന്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ 2011-ന് ശേഷം ഇന്ത്യയിലും പോളിയോ എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ 2014 മാർച്ചില് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ എങ്കിലും ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോളിയോ വാക്സിൻസ് എടുക്കുന്നുണ്ട്. ജനിച്ചുടനെ നമ്മൾ IPV കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 5 വയസ്സ് വരെയും ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വാക്സിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. എന്തിനാ പോളിയോന് വീണ്ടും നമ്മളിങ്ങനെ വാക്സിൻ കൊടുക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ അതേപോലെ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും ഈ രോഗം എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇമേജ് കാണിക്കുന്നതൊക്കെ എന്താണ്, പോളിയോ അസുഖം വന്ന് അവർക്ക് വന്നിട്ടുള്ള ഡിഫിക്കൽറ്റീസ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പണ്ട് നമുക്ക് ഇതിലെ വാക്സിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒത്തിരി പേർക്ക് ഈ ഒരു ഡിസബിലിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ലൈഫ് ലോങ് ഈ ഡിസബിലിറ്റി എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അവർ ലൈഫ് ലോങ് എന്ത് ചെയ്യും, ഈ ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും. പോളിയോ വന്നു കഴിഞ്ഞാൽ മരുന്നില്ല, എന്നുവെച്ചാൽ മരുന്ന് നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പോളിയോനെതിരെ മരുന്നില്ല. പോളിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെയുള്ളത് വാക്സിൻ എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ്. ഓറൽ പോളിയോ വാക്സിനും ഇനാക്റ്റീവ് പോളിയോ വാക്സിനും ഉണ്ട്. ഓക്കെ, അപ്പം പോളിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നില്ല. നമുക്ക് ആകെയുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടി ജനിച്ച ഉടനെ BCG വാക്സിൻ എടുക്കൂല്ലേ? ഇല്ലേ BCG? ആ BCG എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ കൊടുത്തു കൊടുക്കും. ഓറൽ പോളിയോ വാക്സിന്റെ ഫസ്റ്റ് ഡോസ് 0 ഡോസ് നമ്മൾ എന്ത് കൊടുക്കും, ഫസ്റ്റ് കുട്ടി ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്നുണ്ട്, ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ 1.5 മന്ത് ആവുമ്പോൾ OPV
സെക്കൻഡ് ഡോസ് ഓറൽ പോളിയോ വാക്സിന്റെ സെക്കൻഡ് ഡോസ് തുള്ളിമരുന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ IPV1 കൊടുക്കുന്നുണ്ട്. IPV എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ നമ്മൾ ഇഞ്ചക്ഷൻ മുഖേന നമ്മൾ എന്ത് ചെയ്യാണ് കൊടുക്കാണ്. 2.5 months ആവുമ്പോൾ OPV സെക്കൻഡ് ഡോസ് കൊടുക്കും. ഓറൽ പോളിയോ വാക്സിന്റെ സെക്കൻഡ് ഡോസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 3.5 years ആവുമ്പോൾ വീണ്ടും OPV IPV കൂടി കൊടുക്കുന്നുണ്ട്. OPV തേർഡ് ഡോസും IPV എന്ന് പറയുന്നത് സെക്കൻഡ് ഡോസും ആണ് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു 9 months ആവുമ്പോൾ നമ്മൾ IPV ആണ് കൊടുക്കുന്നത്. 9 months 1.5 months കഴിഞ്ഞാൽ പിന്നെ 9 monthsലാണ് എന്ത് കൊടുക്കുന്നത്, IPV കൊടുക്കുന്നത്. അത് IPV തേർഡ് ഡോസ് കൊടുക്കുന്നു. ഇത് കൂടാതെ നമ്മൾ എന്താണ് പോളിയോ തുള്ളിമരുന്നുകൾ എല്ലാ വർഷവും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മള് ഇന്ത്യ എന്ന് പറയുന്നത് പോളിയോ വിമുക്ത രാജ്യമായിട്ട് പോലും ഇന്നും നമ്മൾ പോളിയോ വാക്സിൻ എടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മളുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെ രാജ്യങ്ങളിൽ ഇന്നും എന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പോളിയോ കേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വരാൻ പോകുന്നു നമ്മള് നോക്കാം കേട്ടോ. അപ്പോ നമ്മൾ നോക്കിയത് ഏതാണ്, പോളിയോ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. വൈറസ് ആണ് ഇത് വരുത്തുന്നത്. പോളിയോ മെൻസൈറ്റിസ് എന്ന് പറയുന്ന മെലൈറ്റിസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് പോളിയോ വരുത്തുന്നത്. ഞാൻ അതിന്റെ സ്പെല്ലിങ് അയക്കാം. POLIOMELITIS. പോളിയോമെലൈറ്റിസ് എന്ന് പറയും. പോളിയോ വാക്സിൻ ആണ് പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് എതിരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ലൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മളെ മോൺസൂണിന്റെ ഭാഗമായിട്ടൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് വൈറസിന്റെ പേര് ഒന്നുകൂടെ പറയാമോ? ക്ലിയർ ആയില്ല. മെലൈറ്റിസ്. ഓക്കേടാ. അപ്പോ നിങ്ങൾ ഇത് കഴിയുമ്പോൾ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു മിനി സർവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ വാക്സിൻസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുഞ്ഞു കുട്ടികളിലാണ് സർവേ കണ്ടക്ട് ചെയ്യുന്നത്, കുഞ്ഞു കുട്ടികളുടെ വീടുകളിലാണ് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ഈ വാക്സിൻസ് എല്ലാവരും പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ആ സർവേയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ കുട്ടികളും പ്രോപ്പർ ആയിട്ട് വാക്സിൻസ് എടുത്തിട്ടുണ്ടോ എന്ന്. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എല്ലാവരും പ്രോപ്പർ ആയിട്ട് വാക്സിൻസ് എടുത്തിട്ടുണ്ടോ എന്ന്. കാരണം ഇന്നും ഈ പോളിയോ എന്ന് പറയുന്ന അസുഖത്തിനെതിരെയുള്ള വാക്സിൻസ് ഒത്തിരി പേര് എടുക്കാത്തവരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. ഫീവർ ഇസ് ദ ഫസ്റ്റ് സൈൻ ഫോളോഡ് ബൈ ദ വീക്ക്നെസ് ഓഫ് ലിംസ്. നിങ്ങൾ കാലിന്റെ പേശി അല്ലെങ്കിൽ ആ ലിംസിനൊക്കെ വരുന്ന പേശി ബലഹീനതയാണ് മെയിൻ ആയിട്ട് വരുന്നത്. മേ ബി ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ പെർമനന്റ് ഡിഫക്റ്റ് ആയിരിക്കും. ഫുൾ ബോഡി എന്ത് ചെയ്യും, പാരലൈസ് ആവും. ഫുൾ ബോഡി പാരലൈസ് ആവും. അതർവൈസ് എന്ത് ചെയ്യും, പാരലൈസ് അല്ലെങ്കിൽ പാർഷ്യലി ആയിരിക്കും പാരലൈസ് ചെയ്യുന്നത്. സംടൈംസ് പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. സാധാരണയായിട്ട് ചില സമയങ്ങളിൽ ഫുൾ ബോഡി പാരലൈസ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്ടിനെ ആയിരിക്കും അതെന്ത് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നത്. ആകെയുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിയോതെറാപ്പി മാത്രമാണ് പോളിയോ എന്ന് പറയുന്ന അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ്. ദ ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. ദ ഡിഫക്ട് മേ ബി പെർമനന്റ്. എങ്ങനെയായിരിക്കും നമ്മുടെ ഡിഫക്റ്റ്, നമുക്ക് വരുന്ന ആ ഡിഫക്റ്റ്, ആ ഒരു ഡിഫക്റ്റ് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കണ്ടിന്യൂ ചെയ്യും. കാരണം അത് മാറില്ല, നമുക്ക് പെർമനന്റ് ആയിട്ടായിരിക്കും ആ ഒരു ഡിഫക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് 2 അസുഖങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന്. ഏതൊക്കെയാണ്, ടെറ്റനസും പോളിയോ. ഒന്ന് റീഡ് ചെയ്തേ. It is caused by a virus. Fever is the first sign, followed by weakness of limbs. Sometimes paralysis of the whole body may result. The treatment is physiotherapy. The defect may be permanent. ഓക്കെ,
ആന്റി എഫക്ട്സ് പെർമനന്റ് ആണ്. നമ്മൾ ഇതുവരെയും എന്താ കണ്ടുപിടിച്ചിട്ടില്ല, ട്രീറ്റ്മെന്റ് ഒന്നും പോളിയോന് എതിരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അസുഖം ഡിസെൻട്രി ആണ്. കേട്ടിട്ടുണ്ടോ ഈ അസുഖത്തെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെന്ന്. ഉണ്ട്. ഓക്കെ. എന്ത് അസുഖം നിങ്ങളുടെ അറിവില്? ലൂസ് മോഷൻ. ആ, ലൂസ് മോഷൻ. ഓക്കെ. അബ്നോർമൽ അല്ലെങ്കിൽ ലൂസ് ഓർ അബ്നോർമൽ മോഷനെയാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. നമുക്ക് നല്ല സ്റ്റൊമക്ക് നല്ല പെയിൻ ഉണ്ടാവും. അത് കൂടാതെ ലൂസ് മോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ലൂസ് മോഷനിൽ പഴുപ്പും അതേപോലെ തന്നെ ബ്ലഡിന്റെയും ഇത് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ലൂസ് മോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആവുന്ന ഒരു അസുഖമാണ് ലൂസ് മോഷൻ. പക്ഷേ ലൂസ് മോഷന്റെ സിംറ്റം അല്ലെങ്കിൽ ഡിസെൻട്രിയുടെ സിംറ്റം ആണ് അവിടെ ഡിഫിക്കൽറ്റീസ് കൊണ്ടുവരുന്നത്. ഡിസെൻട്രിയുടെ വൺ ഓഫ് ദി സിംറ്റം ആണ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള സിംറ്റം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർജ്ജലീകരണം, നമ്മുടെ ബോഡിയിലുള്ള വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നിർജ്ജലീകരണം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 70% 75% എന്തെന്നെയാ, വാട്ടർ തന്നെയാ. അത് വെള്ളമാണ്. അപ്പൊ അത് നമ്മളുടെ ബോഡിയിൽ നിന്ന് കുറയുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പൊ അങ്ങനെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്താനായിട്ടുള്ള മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂറിൻ പോകാനായിട്ട് തോന്നും, പക്ഷെ യൂറിൻ വരില്ല. യൂറിൻ നമുക്ക് പോകാനായിട്ട് ആ ഒരു ഇന്റൻഷൻ ഉണ്ടാകും, പക്ഷെ നമുക്ക് യൂറിൻ പോകുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണ് എന്ന് ഡോക്ടർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ട്രിപ്പ് ഇടുകയാണ് ചെയ്യുക. കാരണം ബോഡിയിൽ നിന്ന് അത്രയും വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ ട്രിപ്പ് ഇടും. ശരി, നമ്മുടെ വായിലൊന്നും വെള്ളം ഇല്ലാത്ത പോലൊരു അവസ്ഥ തോന്നും. നമുക്ക് വായിലൊക്കെ നോക്കുമ്പോ അകത്തൊക്കെ വെള്ളം ഇല്ലാത്ത പോലൊരു അവസ്ഥ തോന്നും. അതാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് സിംറ്റം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒരു സിംറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീക്കാവും. ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ പോലും, ഇപ്പൊ എനിക്ക് ഇതിക്ക് മുമ്പ് ഡിസെൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് എനിക്ക് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു, ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് വൊമിറ്റിംഗ് ആയിരുന്നു. വൊമിറ്റിംഗ് സംഭവിച്ചത് ഒരു എന്താ പറയാ, തുടക്ക സമയത്ത് വൊമിറ്റിംഗ് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ വൊമിറ്റിങ്ങും ലൂസ് മോഷൻ കൺട്രോൾ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ജസ്റ്റ് സമയം പോകുന്നതിനനുസരിച്ച് ഞാൻ വീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് വീക്കായി വരായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖം നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല. നമ്മൾ വിചാരിക്കുന്ന ലൂസ് മോഷൻ ആണ്, അബ്നോർമൽ മോഷൻ ആണ്, നമുക്ക് പറയാൻ ഭയങ്കരതാണ്. പക്ഷെ ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് തന്നെ പറയാം ഡിസെൻട്രിയുടെ സംഭവത്തിൽ. എനിക്ക് ലൈഫ് എന്റെ മോള്, എന്നിട്ട് നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പെട്ടെന്ന് അത്യാവശ്യം ശരണ്യ ഫുഡ് പോയ്സൺ വരുമ്പോ ഉണ്ടാവില്ലേ? ഫുഡ് പോയ്സൺ വരുമ്പോ ഉണ്ടാവാറുണ്ട്. പിന്നെ ഡിസെൻട്രി ഓക്കെ, ഞാൻ മോളുടെ കേസ് പറയാം. അപ്പോ ആള് 1.5 year ഉള്ള സമയത്ത് ആൾക്ക് ഇതേപോലെ ഡിസെൻട്രി വന്നു. ഞാൻ ജസ്റ്റ് രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ട് ലൂസ് മോഷൻ പോലെയാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, മാറിയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞൊരു 10 o'clock ഒക്കെ ആയപ്പോഴേക്കും 3-5 പ്രാവശ്യം മോഷൻ പോയി, ലൂസായിട്ട് മോഷൻ പോയി. ആള് പെട്ടെന്ന് വീക്കായി എന്ന് വെച്ചാല് ആള് ഓക്കെ ആയിരുന്ന ആള് പെട്ടെന്ന് അങ്ങോട്ട് വീക്കായി കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ആ ടൈമില് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ നമ്മള്, ഫസ്റ്റ് ടൈം അമ്മയാണ് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ആ ടൈമിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എന്റെ അടുത്ത് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് കുറച്ചും കൂടി ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, കാര്യം പറഞ്ഞു സിസ്റ്ററിന്റെ അടുത്ത്. ആൾക്ക് വയ്യ, തീരെ അൺകോൺഷ്യസ് ആവുന്ന പോലെ തോന്നണം. അപ്പൊ അത്രയും ഒട്ടും പറ്റുന്നില്ല. 1.5 year എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ചെറിയൊരു കുട്ടിയാണ്. ഇപ്പൊ ഒക്കെ ആണെങ്കിൽ ആള് ഒന്ന് പിടിച്ചു നിൽക്കും, പക്ഷെ അന്ന് ഭയങ്കര വീക്കാണ്. അങ്ങനെ വന്നപ്പോ ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി. ഡോക്ടർ എന്താ ചെയ്തതെന്ന് വെച്ചാല് മരുന്ന് എഴുതുന്നതിന് മുമ്പായിട്ട് ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു. എന്നിട്ടാണ് മരുന്ന് എഴുതുന്നത്. ഞങ്ങൾ വേഗം ചെന്നു ട്രിപ്പ് ഇട്ടു, പിന്നെ മെഡിസിൻ കൊടുത്തു. ആളൊന്ന് നോർമലായി വന്നത് ട്രിപ്പ് ഇട്ടതിന് ശേഷമാണ്. അപ്പൊ പറഞ്ഞത് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണ്, നിങ്ങൾ മാക്സിമം വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കണം. വെള്ളം, അതേപോലെ കരിക്കും വെള്ളം, കഞ്ഞി വെള്ളം ഒക്കെ കൊടുത്തു.
അതൊക്കെ കുഴപ്പമില്ല. മാക്സിമം എന്തോരം വെള്ളം കുടിക്കുന്നു അത്രയും കുട്ടി ഓക്കെ ആവും എന്നാ പറയണേ. അപ്പൊ ഡിസെൻട്രി വന്നു കഴിഞ്ഞാൽ ORSന്റെ വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ORS അറിയാലോ, ഒരു ORSന്റെ പാക്കറ്റിൽ 1 ലിറ്റർ വെള്ളത്തിലോ, മുതിർന്നവരാണെങ്കിൽ 1 ലിറ്റർ വെള്ളം, കുഞ്ഞു കുട്ടികളാണെങ്കിൽ എന്താണ് 200 ml വെള്ളത്തിൽ ഒരു പാക്കറ്റ് കലക്കി അത് സ്പൂണിലാണ് കൊടുത്തത്. നന്നായിട്ട് സ്പൂണിൽ കൊടുക്കുക ചെയ്തത്. ORSന്റെ വെള്ളം നല്ലതാണ്. അതേപോലെ തന്നെ റൈസ് വാട്ടർ നല്ലതാണ്. പിന്നെ പിന്നെന്താണ് നമ്മള് കരിക്കും വെള്ളം നല്ലതാണ്. കരിക്കും വെള്ളം അത്യാവശ്യം നല്ലതാണ്. അപ്പൊ അത് വെള്ളം നമ്മുടെ ബോഡിയിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഡിസെൻട്രി വന്നു കഴിഞ്ഞാൽ മാക്സിമം ORSന്റെ വെള്ളം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കൊടുക്കാനായിട്ട് നോക്കട്ട. നമുക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വെള്ളം നമ്മുടെ ബോഡിയിൽ നഷ്ടപ്പെടുന്നതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയാൽ വെള്ളം കുടിക്കാനും വേണം. അപ്പൊ ഡിസെൻട്രി നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള അസുഖമാണ്. പക്ഷെ എന്താണ് അതിന്റെ കോംപ്ലിക്കേഷൻ വരുന്നത്? ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടാണ് ആള് വീക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ആരാ റീഡ് ചെയ്യുന്നത്? ഞാൻ റീഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ജയശ്രീ. Dysentery. This is a disease in which loose and abnormal motions are passed. Pain in the stomach is usually attended by loose motion. The motion contains pus and blood. The patient becomes very weak due to the loss of water from the body. The patient should get prompt medical aid. അപ്പോ അബ്നോർമലും ലൂസ് ആയിട്ട് മോഷൻ പോകുന്ന സിറ്റുവേഷനെയാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. സ്റ്റൊമക്ക് നല്ല പെയിൻ ആയിരിക്കും, അതിന്റെ ഒപ്പം തന്നെ ലൂസ് മോഷൻ ഉണ്ടാവും. മേ ബി ലൂസ് മോഷനിൽ പൾസ് ബ്ലഡും കൂടി ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. നമ്മളത് നോക്കണം. പേഷ്യൻസ് പെട്ടെന്ന് വീക്ക് ആവും. ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി. അതെന്താണ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി? അങ്ങനെ പറഞ്ഞല്ലോ, ഞാനൊരു പേര് പറഞ്ഞില്ലേ, എന്ത് പേരാ പറഞ്ഞേ? ഡീഹൈഡ്രേഷൻ. Dehydration. The patient should get from a medical aid. നമ്മൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ എയ്ഡ് എടുക്കാനായിട്ട് നോക്കാം. കാരണം എന്താണ്, നമ്മൾ മെഡിക്കൽ എയ്ഡ് എടുക്കുന്ന അത്രയും നല്ലതായിരിക്കും. നമുക്ക് നമ്മൾ ആ ഒരു എന്താ പറയാ, പെട്ടെന്ന് നമ്മൾ വീക്ക് ആയി പോകും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മുതിർന്ന വ്യക്തി അല്ലെങ്കിൽ അത്യാവശ്യം എന്താണ് വലിയൊരാൾ ചെയ്യുന്നതാണെങ്കിൽ ചെറിയ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക, അത് പെട്ടെന്നായിരിക്കും വീക്ക് ആവുന്നത്. അപ്പൊ ഡിസെൻട്രി എന്ന് പറയുന്നത് ചെറിയൊരു അസുഖം ആയിട്ട് നമ്മൾ കാണരുത്. അതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്തെടുക്കണം, ട്രീറ്റ്മെന്റ് എടുക്കണം. ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജോണ്ടിസ് കേട്ടിട്ടുണ്ട്, മഞ്ഞപ്പിത്തം. ഓക്കെ, ജോണ്ടിസ് അതിന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അർച്ചനയ്ക്കാണ് ആർക്കാ വന്നത്? ജോണ്ടിസ് ആണോ? ചെറുപ്പത്തിലാ വന്നത്? അല്ല, ഇപ്പൊ തന്നെ. ഇപ്പോഴോ? എങ്ങനെ വന്നേ? ഫുഡ് വഴി വന്നതാണ്. ഫുഡ് വഴി വന്നതാണ്. അത് ഓക്കെ, ഫുഡ് വഴി വന്നതാണ്, കുഴപ്പമില്ല. എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഫസ്റ്റ് 1 month. 1 month അല്ലേ? ഓക്കെ. വേറെ ആർക്കും വന്നില്ലല്ലോ ഫാമിലിയില്? ഇല്ല, മോന് മാത്രല്ലേ വന്നുള്ളൂ? ഐസൊലേറ്റ് ചെയ്താ മറ്റുള്ളവരിൽ നിന്ന് മാറി നിന്നോ? മാറി കഴിക്കുന്ന പാത്രങ്ങൾ മാറ്റി, ബാത്റൂം, പിന്നെ ബാത്റൂം പോയതിന് ശേഷം വൃത്തിയാക്കാൻ. ഈ പിള്ളേർക്ക് വയറിളക്കം വന്നിട്ടുണ്ടായിരുന്നു 2 പേർക്കും. ഇവിടെ വീട്ടിൽ അനിയന്റെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾക്ക് വന്നിട്ട് എല്ലാവർക്കും കൂടി ആയിപ്പോയി. കുട്ടികൾക്ക് ORS കഴിക്കാൻ അതാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. പക്ഷെ പിള്ളേർക്ക് അത് കഴിക്കാൻ ഭയങ്കര മടിയുമായിരുന്നു. ORSന്റെ വെള്ളം അവർക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിള്ളേർക്ക് നിർബന്ധിച്ചിട്ട് കൊടുത്തു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് അത് വന്നിട്ട്. വെള്ളം നല്ലതായിരുന്നടാ. വെള്ളം കുടിക്കാൻ പറയുമായിരുന്നു. ഡയറിയ എന്ന് പറഞ്ഞിട്ട് ഈ ലൂസ് മോഷൻ മിക്ക കുട്ടികൾക്ക് ഇപ്പൊ വരുന്നുണ്ട്. വൈറൽ ഡയറിയ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പുറത്തുനിന്ന് ഫുഡൊന്നും കൊടുക്കാതിരിക്കാം. മാക്സിമം വീട്ടിൽ കുക്ക് ചെയ്ത ഫുഡ് തന്നെ കൊടുക്കാം. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ പാചകം ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഒരു വൃത്തി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നമ്മൾ എത്ര മെയിൻറ്റെയിൻ ചെയ്താൽ ഈ അസുഖം വരും. ഒരു കുട്ടി ഞങ്ങളുടെയൊക്കെ ഓക്കെ, എന്റെ വീടിന്റെ അടുത്തൊരു കുട്ടിക്ക് വന്നു.
ആ കുട്ടിക്ക് വന്നപ്പോ ആ കുട്ടിയുടെ സ്കൂളിൽ ഒരു കുട്ടി ഇതേപോലെ ലൂസ് മോഷനും അതേപോലെ തന്നെ വോമിറ്റിംഗ് ആയിട്ട് അന്നത്തെ ദിവസം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ്സിൽ 20 കുഞ്ഞു കുട്ടികളാണ്, ചെറിയ കുട്ടികൾ, നമ്മള് ഡീൽ ചെയ്യുന്ന കുഞ്ഞു കുട്ടികളാണ്, UKG പഠിക്കുന്ന കുട്ടികളാണ്. 20 കുട്ടികളുണ്ടായിരുന്നു. ആ ഒരു കുട്ടി പോയതിനു ശേഷം ബാക്കി എല്ലാ കുട്ടികൾക്കും ഓരോരുത്തർക്കായിട്ട് ഈ അസുഖം എന്ത് ചെയ്തു വന്നു എന്നാ പറയുന്നത്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞപ്പോ അത് എന്താണ്, വൈറൽ ഡയറിയ ആയിരുന്നു. ആ കുട്ടിക്ക് വന്നു, കുട്ടിയുടെ ഫാമിലി എല്ലാ മെമ്പേഴ്സിനും വന്നു. അങ്ങനെ കുറെ പേർക്ക് വന്നതായിട്ട് റിപ്പോർട്ടും വന്നു. എന്നിട്ട് അത് വെള്ളത്തിൽ നിന്ന് വരുമോ? എന്താണ്, വെള്ളം വാട്ടർ വഴി വരുമോ അങ്ങനെ? വരാനുള്ള ചാൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു വന്നത്. കാരണേ ഇവിടെ അടുത്ത വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എല്ലാ കിണറ്റിലും ബ്ലീച്ചിങ് പൗഡർ ഇതാക്കിട്ട് പോയി അവര്. ആടാ, അത് കിണറ്റിലെ വെള്ളം മാത്രമല്ല ആടാ, നമ്മൾ പാചകം ചെയ്യാനായിട്ട് നല്ല വെള്ളത്തിൽ ആ ടാങ്കിലാണെങ്കിൽ പോലും മേ ബി എങ്ങനെയെങ്കിലും ഈ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പൊ കുട്ടികളുടെ എല്ലാവരും പറയുന്നത് ഉച്ചഭക്ഷണം കഴിച്ചതുകൊണ്ടാണ്, സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് പിള്ളേർക്കൊക്കെ വയ്യാണ്ടായത് എന്നായിരുന്നു ആദ്യം ഞങ്ങളിവിടെയൊക്കെ ന്യൂസ് വന്നത്. പിന്നെ കുറച്ചും കൂടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അന്ന് ആ ഒരു വയ്യാണ്ടായി കൊണ്ടുപോയി കുട്ടിക്ക് ഈ ഒരു അസുഖമായിരുന്നു, ആ കുട്ടിയാണ് ബാക്കി എല്ലാ കുട്ടികൾക്കും സ്പ്രെഡ് ചെയ്തതെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സ്കൂളായിരുന്നു അത്, അപ്പൊ ഭയങ്കര പ്രശ്നമായി പോയാനെ. പിന്നീട് അവര് കണ്ടെത്തി അത് ആ കുട്ടിയിൽ നിന്നാണ് ബാക്കി എല്ലാവർക്കും സ്പ്രെഡ് ആയത്. അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ വയ്യാണ്ടായി, ഭയങ്കര പ്രശ്നമായി പോയി. അപ്പൊ ഇവിടെ വരുന്ന് വിചാരിച്ചിട്ട് എല്ലാ വീട്ടിലും ORSന്റെ പാക്കറ്റ് കൊടുത്തിട്ടാ പോയത് അവര് ഹോസ്പിറ്റലിൽ നിന്ന്. ഓക്കെ, ORS ഏറ്റവും നല്ലതാണ്. ഈ ഒരു ലൂസ് മോഷൻ വോമിറ്റിങ്ങിന്റെ ഒക്കെ കേസിൽ ORS കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് വോമിറ്റിംഗ് ഡിസെൻട്രി ഒക്കെ വരുമ്പോൾ നമ്മൾ ORSന്റെ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്, ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുന്ന അസുഖമാണ് ജോണ്ടിസ്. ഇനി നമ്മള് അടുത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തം എന്ന് പറയും, ഈസിലി സ്പ്രെഡ് ആവും. അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിലൂടെയാണ് അത് വരുന്നത്. എന്ന് വെച്ചാല് മലിനമായ ജലത്തിലൂടെയാണ് മഞ്ഞപ്പിത്തം സ്പ്രെഡ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഒരാൾക്ക് വരാണെങ്കിൽ നമ്മൾ എപ്പോഴും മാക്സിമം കുട്ടികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ ജേംസ്, ഈ ജോണ്ടിസിന്റെ ജേംസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യും? ബ്ലഡിലൂടെ സ്പ്രെഡ് ചെയ്യും. ഒരാളുടെ ബ്ലഡിലൂടെ മറ്റൊരാൾക്ക് ഈ ഒരു അസുഖം വരും. ദെൻ എക്സ്ക്രീറ്റ, പേഷ്യന്റിനെ എക്സ്ക്രീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂം ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെയും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അത് അഫക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗനെയാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. ആരാണത്? നമ്മുടെ ലിവർ. അപ്പോ ഈ ജേംസ് ഫസ്റ്റ് അഫക്ട് ചെയ്യുന്നത് ആരെയാണ്? ലിവറിനെയാണ്. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുത്തില്ലാത്ത വർഷം ഇതാണ് നമ്മുടെ കണ്ണൊക്കെ മഞ്ഞ കളർ. ഞാൻ ജോണ്ടിസിന്റെ ഇമേജ് കാണിച്ചാൽ മഞ്ഞ കളറായിട്ട് മാറും. ജോണ്ടിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? ജോണ്ടിസിന്റെ ഒരു സിംറ്റം കാരണമാണ്. എന്താ പറയാ, കണ്ണൊക്കെ ഇത്രയും മഞ്ഞയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു മഞ്ഞരാശി നമുക്ക് കാണാനായിട്ട് തോന്നും. നമ്മുടെ കണ്ണിൽ ചെറുതായിട്ടൊരു മഞ്ഞരാശി വരും. പിന്നെ മഞ്ഞരാശി ഉണ്ടാവും സ്കിന്നിലൊക്കെ. യെല്ലോ മയോ ആയിരിക്കും പിന്നെ കാണുന്നത്. സാധാരണ നോർമൽ ഐസിനേക്കാളും മഞ്ഞപ്പിത്തം ജോണ്ടിസ് ഉള്ള വ്യക്തിയുടെ ഐസ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും. പിന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഇന്ത്യയിലെ ഓർഗൻസ് ഓരോന്നായിട്ട് എന്ത് ചെയ്യും? പണി മുടക്കും. കാരണം ഫസ്റ്റ് അത് അതിനെ അഫക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ലിവറിനെയാണ്. ലിവർ എന്ത് ചെയ്യും? മാൽ ഫങ്ഷനിങ് ആവും. പിന്നെ നമ്മുടെ മറ്റ് ഇന്റേണൽ ഓർഗൻസ് ഓരോന്നായിട്ട് മാൽ ഫങ്ഷൻ ആവുകയും മറ്റ് എക്സ്ട്രീം കേസിൽ മഞ്ഞപ്പിത്തം നമ്മളെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് വരെ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളത് ഇമ്മീഡിയറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് എന്താണ്? സ്റ്റാർട്ടിങ് ഇൻസ്റ്റൻസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് കണ്ടെത്തി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും ഈ ഒരു അസുഖം എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ജോണ്ടിസ് എന്നാണ് നമ്മൾ മഞ്ഞപ്പിത്തത്തെ പറയുന്നത്. ഇപ്പോൾ ഫീവറും വോമിറ്റിംഗ് ഒക്കെയാണ് സെയിം ആയിട്ടുള്ള സിംറ്റംസ്. നമ്മളെപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കാം. തിള വന്ന് അപ്പൊ തന്നെ ഓഫ് ചെയ്യണ വെള്ളമല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം. നല്ല രീതിയിൽ തിള വന്നതിന് ശേഷം ഓഫ് ചെയ്യണം.
പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, ഈസിലി സ്പ്രെഡ് ആണ്. ജോണ്ടിസിന്റെ മറ്റൊരു ഫീച്ചേഴ്സ് എക്സ്ക്രീറ്റി ആണ്. ബാത്റൂം ഒക്കെ ഒരുമിച്ച് ടോയ്ലറ്റ് ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ ഇത് സ്പ്രെഡ് ചെയ്യും. ഫാമിലിയിൽ മൊത്തം മെമ്പേഴ്സിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പ്ലേറ്റ്സ്, പേഷ്യന്റ് കഴിച്ച പ്ലേറ്റ്സ് ഗ്ലാസ് ഒന്നും മറ്റൊരാളും എന്ത് ചെയ്യരുത്, കഴിക്കാനോ ഷെയർ ചെയ്യാനോ പാടില്ല. നമ്മൾ ക്വാറന്റൈൻ, കോവിഡിന്റെ സമയത്ത് നമ്മൾ ക്വാറന്റൈൻ ചെയ്തില്ലേ, കോവിഡ് ഉള്ള പേഷ്യൻസ് കഴിച്ച ഭക്ഷണം പാത്രങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മൾ ക്വാറന്റൈൻ നോക്കേണ്ട ഒരു അസുഖമാണ് എന്താ ജോണ്ടിസ് എന്ന് പറയുന്നത്. ലിവറിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇത് എന്ത് ചെയ്യണത് ലിവറിനെയാണ്. ദെൻ ഹെവി ആയിട്ടുള്ള ഫുഡുകളൊന്നും ഈറ്റ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ഈറ്റ് ഫുഡ് വിച്ച് ബർഡൻ വെച്ചാല് ലിവർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫുഡിനെ പ്രോപ്പർ ആയിട്ട് ഡൈജസ്റ്റ് ആക്കാന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. എന്നാലും ഒത്തിരി ബർഡൻ ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നമുക്ക് അവൈലബിൾ ആണ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ആണ് ജോണ്ടിസ് സ്പ്രെഡ് ചെയ്യുന്നത്. എക്സ്ക്രീറ്റ, വാട്ടർ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ ഈ കണ്ണിലൊരു മഞ്ഞരാശി, അത് മഞ്ഞരാശി ഉണ്ടാവും. അതേപോലെ യൂറിനിലും ഒരു ചെറിയ അത്യാവശ്യം നല്ല ഒരു മഞ്ഞ കളറാണെങ്കിൽ മാക്സിമം നമ്മൾ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, എന്താണ് പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് ഫീവർ വന്ന് മാറുന്നുണ്ടെങ്കിൽ മേ ബി അത് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമാവാം. നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യില്ല, നമ്മൾ നോർമൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യില്ല. നമ്മൾ നോക്കാം കണ്ണിലെ മഞ്ഞരാശി ഉണ്ടോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സാധാ പനിയാണെന്ന് വിചാരിച്ചിട്ടേ കാണിച്ചില്ല, പാരസെറ്റമോള് കഴിച്ചിട്ടിരുന്നു. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് പനി മാറാതായി. പിന്നെ കണ്ണൊക്കെ വേറെ കളറായപ്പോ ഡോക്ടറെ അടുത്ത് പോയിട്ട് നോക്കിയപ്പോ അത് നന്നായി വൈകി എന്ന് പറഞ്ഞു. എല്ലാത്തേക്കും അത് ഇതായി മരിച്ചു വന്നിട്ട് ആള്. പക്ഷെ നല്ല മഞ്ഞ കളറായിരുന്നു ആളെ ബോഡി കാണാൻ. അങ്ങനെയാണ്. ഇനിയിപ്പോ ഞാനൊരു എക്സ്പീരിയൻസ് അറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവള് BA മലയാളമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. വീടിന്റെ അടുത്തുള്ള കുട്ടിയാണ്. ഒരു സെയിം ബസ് സ്റ്റോപ്പിൽ നിന്നാണ് കയറുന്നത്, ഒരുമിച്ചാണ്, സെയിം ബസ്സാണ് പോകുന്നത്, എന്നൊക്കെ ഒരുമിച്ചാണ്. അപ്പോൾ ആളായിട്ട് നല്ല കോണ്ടാക്ട് ആണ്. പക്ഷെ ഒരു ആഴ്ചയായിട്ട് ആളെ കണ്ടില്ല. ഞാനിപ്പോ ചോദിച്ചു എന്താണ്, അപ്പൊ ആദ്യം പറഞ്ഞു പനിയാണ്. അത് മാറുമ്പോ വരുമല്ലോ, 2 ദിവസം കഴിയുമ്പോൾ സാധാരണ പനി വന്നാൽ 2 ദിവസം കഴിയുമ്പോൾ മാറും വരുന്നു. പക്ഷെ ഒരാഴ്ചയായിട്ടും ആളെ കാണുന്നില്ല. ഞാൻ അടുത്ത വീട്ടിലൊരു ചേച്ചിനോട് ചോദിച്ചു എന്ത് പറ്റിയ ആൾക്ക്. ആ കൊച്ചും ഞങ്ങൾ സീനിയർ ആണെന്ന്, അത് PG പഠിക്കുകയാണ്. അപ്പൊ ചോദിച്ചു എന്ത് പറ്റിയതാന്ന് ചോദിച്ചു. പറഞ്ഞു നമുക്ക് പനിയായിരുന്നു, അപ്പൊ അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ചാലക്കയിൽ അഡ്മിറ്റ് ആന്ന് പറഞ്ഞു. ഞാൻ അടുത്തൊരു ഹോസ്പിറ്റലാണ് ചാലക്ക എന്ന് പറയുന്നത്, അവിടെ അഡ്മിറ്റ് ആന്ന് പറഞ്ഞു. നോർമലി പനിയായിരിക്കും, അപ്പൊ ട്രീറ്റ്മെന്റിന് ഒത്തിരി പൈസ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓക്കെ അഡ്മിറ്റ് ആണ്. അത് കഴിഞ്ഞപ്പോ പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു അവർക്ക് മഞ്ഞപ്പിത്താണ്, മഞ്ഞപ്പിത്താണ്, ട്രീറ്റ്മെന്റിലാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ജസ്റ്റ് ബസ്സിൽ കയറി കോളേജിൽ എത്തിയപ്പോഴേക്കും ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പൈസ അത്യാവശ്യം നല്ല വീക്കായിട്ടുള്ള ഫാമിലി, കുറച്ച് വീക്കായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പൊ കുറച്ച് പൈസ ഒപ്പിച്ച് കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് ന്യൂസ് വന്നു. ഭയങ്കര ഒരു ഷോക്കായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഒപ്പം തന്നെ ഉള്ള ഒരാളാണല്ലോ. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമമായി. ആള് ഇനി പോയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇങ്ങനൊരു അനൗൺസ്മെന്റ് വന്നു, ഇന്ന ബാച്ചിൽ ഇന്നൊരു കുട്ടി മരണം സംഭവിച്ചു, അതുകൊണ്ട് നമുക്കിന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. പക്ഷെ ഭയങ്കര ഷോക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ പോയി കണ്ടു. ആളെ കണ്ട സമയത്ത് ആളെ അത്യാവശ്യം നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഇല്ലിച്ച് ക്ഷീണിച്ച് ഭയങ്കരമായിട്ടൊരു അവസ്ഥയിലായിരുന്നു കൊണ്ടുവന്ന സമയത്ത് കണ്ടത്. അപ്പൊ ഈ ജോണ്ടിസ് എന്ന് പറയുന്നത് അസുഖം എനിക്ക് അന്ന് മുതലേ പേടിയാണ്, ഭയങ്കര പേടിയാണ്. കാരണം നമ്മള് നിസ്സാരം എന്ന് വിചാരിക്കും, ജസ്റ്റ് പനിയല്ലേ, പാരസ്റ്റമോൾ കഴിക്കും, ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കില്ല, ഹോസ്പിറ്റലിൽ പോകില്ല. നമ്മളത് വീണ്ടും പനി വരുമ്പോൾ വീണ്ടും നമ്മൾ പാരസ്റ്റമോൾ കഴിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ആ റിസ്ക് എടുക്കുന്നത് നമ്മുടെ ലൈഫിനാണ്. നമ്മൾ മാക്സിമം എന്തൊരു അസുഖം വന്നാലും ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മിക്കവാറും മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലായിരിക്കും നമ്മൾ കുറച്ചും കൂടി നോക്കാം, മാറുമെന്ന് നോക്കിയിട്ട് പോവാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മെഡിക്കൽ എയ്ഡ് എടുക്കേണ്ട സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാം, എന്നാൽ മാത്രമേ അസുഖങ്ങൾ മാറുള്ളൂ. അതേപോലെ സെൽഫ് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇല്ലേ, നമുക്ക് നമ്മൾ തന്നെ ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കും. അതും അത്ര നല്ലതല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് എടുക്കുക, ഹോസ്പിറ്റലിൽ പോവുക, ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എടുക്കുക. അതേപോലെ യൂറിനോ ബ്ലഡോ ടെസ്റ്റ് ചെയ്യാം. അവർ എന്തൊക്കെ ടെസ്റ്റ് പറയുന്നതൊക്കെ ചെയ്യാം. ഒത്തിരി എന്നല്ല, എന്നാലും നമുക്ക് നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏത് ടൈപ്പ് ഈ പനി എന്ന് പറയുന്ന ഒരു അസുഖമാണ് അല്ല, എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ തുടക്കം അല്ല.
ഒരു സിംറ്റം ആണ്. ഫീവർ എന്ന് പറയുന്നത് ഒരു സിംറ്റം ആണ്. നമ്മുടെ ബോഡി അതെ മിസ്, സിംറ്റം ആണ്. നമുക്ക് കാണിച്ചിരുന്ന ഒരു സിംറ്റം ആണ് ഇത് ഫീവർ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലേക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും എന്താ പറയാ എന്താണ് ആന്റിബോഡി അല്ലല്ലോ, പുറത്തുനിന്ന് എന്തെങ്കിലും കേറുമ്പോ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് പനിയിലൂടെയാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ഒരിക്കലും പനി എന്ന് പറയുന്നത് ഒരു സിംറ്റം ആയിട്ടല്ല, അസുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പനിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാരസ്റ്റമോൾ കഴിക്കും. പാരസ്റ്റമോൾ കഴിക്കുമ്പോൾ എന്താണ് അവിടെ ഉറങ്ങി കിടക്കുകയാണ് അസുഖം. പാരസ്റ്റമോളിന്റെ എഫക്ട് വരുമ്പോൾ വീണ്ടും പനിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ആ അസുഖം വരാനുണ്ടായ കാരണം എന്ന് കണ്ടെത്തി അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണ്ടത്. അപ്പൊ ജോണ്ടിസ് വായിച്ചോട്ടെ ജയശ്രീ. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല മിസ്. അയ്യോടെ ഞാൻ ഷെയർ ചെയ്യാം. It is caused by the various germs in blood and excreta of patients. The germs affected the liver. If medical aid is not properly given, the eyes become yellow in color. At this stage, the activities of the internal organisms, especially the liver, become manufacturing, and finally the patient may even die. So treatment should be given in the starting itself. ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് അറ്റ് ടൈം തന്നെ കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ഫ്രണ്ട് മഞ്ഞപ്പിത്താണ്, ഫീവർ ആയിരുന്നു ആദ്യം, പിന്നെ അത് ജോണ്ടിസ് ആയി, മഞ്ഞപ്പിത്തായി, പിന്നെ അത് ന്യൂമോണിയ ആയിട്ട് തിരിഞ്ഞു. അത് ശരിക്കും ലങ്സിനെയൊക്കെയാണ് അഫക്ട് ചെയ്യണമെങ്കിൽ ന്യൂമോണിയ നമുക്ക് ഒരു പരിധിവരെയും ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റാൻ പറ്റും. ഇത് പക്ഷെ അഫക്ട് ചെയ്തത് ബ്രെയിനെ ആയിരുന്നു. അങ്ങനെയാണ് ആള് മരണം സംഭവിച്ചത്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ പനിയാണ്, പനി വന്ന് മാറാണ്, ട്രീറ്റ്മെന്റ് എടുക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇൻസിഡൻസ് പറയാണ്. ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി, കുട്ടിയുടെ പേര് സായിക്കേത് എന്നാണ്. ആള് പനി വന്നു, ഇടയ്ക്കിടയ്ക്ക് അവന് പനി വരുന്നുണ്ട്. അതിന് ട്രീറ്റ്മെന്റ് എടുക്കായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയി. ആ സമയത്ത് വാക്സിൻ എന്തോ അത്രയും പനി കൂടി കഴിഞ്ഞപ്പോ ഒരു വാക്സിൻ എടുത്തു എന്നാ പറയുന്നത്. വാക്സിൻ എടുത്ത പാടെ കുട്ടി കോമയിലേക്ക് പോയി. ഇപ്പോഴും അതിന് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ കുഴപ്പമില്ലാണ്ട് നോർമലായിട്ട് വരുന്നു എന്നാ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മള് ഇടയ്ക്കിടയ്ക്ക് പനി വന്നപ്പോ ആള് വീട്ടിലുള്ള പാരസ്റ്റമോള് നമ്മൾ സാധാരണ 150 250 ആണ് കൊടുത്തു എന്നാ പറയണേ. പക്ഷെ അങ്ങനെ നമ്മൾ സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കുകയല്ല വേണ്ടത്. മാക്സിമം ഇതെന്താണ് അസുഖം, എന്താണ് കാരണം എന്ന് ഐഡന്റിഫൈ ചെയ്യും, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഇനി മലേറിയ ആര് മുഖേനയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? പെൺകൊതുകൾ, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് പ്യുവർ വാട്ടറിലായിരിക്കും, നല്ല ശുദ്ധജലത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മുട്ടയൊക്കെ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശുദ്ധജലം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിലൊന്നും ശുദ്ധജലങ്ങൾ വരാതിരിക്കുന്ന രീതിയിൽ സൂക്ഷിക്കുക. നമുക്കറിയാം ഈ മഴയുടെ സീസൺ ആണ് അല്ലെ, കൂടെ കൊതുകിന്റെ സീസണും കൂടിയാണ്. നിറച്ചും കൊതുകുകളായിരിക്കുള്ളൂ വീടിന് ചുറ്റും. നമ്മൾ മാക്സിമം നമ്മുടെ കുട്ടികളെ കൊതുകിൽ നിന്നൊന്ന് സേഫ് ആക്കി നിർത്താൻ ശ്രമിക്കാം. കാരണം ആ ഒരു ചെറിയ ബീറ്റിലൂടെ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് മലേറിയ, അതേപോലെ തന്നെ ഏതാണ് ഈ ചിക്കൻ ഗുനിയ, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുക, കൊതുകിന്റെ ബീറ്റ് അല്ലെങ്കിൽ കടി ഏൽക്കാതിരിക്കാൻ സൂക്ഷിക്കാം. മാക്സിമം എനിക്ക് തന്നെ പേടിയാ, വീട്ടിൽ 2 പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രീമൊക്കെ പരത്തി കൊടുക്കും. പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടികളുടെ അടുത്ത് പുറത്ത് പോയി കളിക്കില്ലേ അല്ലെങ്കിൽ പുറത്ത് പോകില്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്രീമൊക്കെ പരത്തിയിട്ടാണ് വിടുന്നത്. അതേപോലെ റൂമിൽ മാക്സിമം വിൻഡോസ് ഒക്കെ നെറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് ഒക്കെ നെറ്റ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മൊസ്കിറ്റോസ് അകത്തേക്ക് കയറാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏരിയയിൽ ഭയങ്കരമായിട്ട് കൊതുക. അപ്പൊ അത്യാവശ്യം തൊട്ടിപ്പുറത്ത് വലിയൊരു പറമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ചെടിയിലൊക്കെ വന്ന് കൊതുകുകൾ കുറെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ അകത്തോട് കൊതുക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും
മേ ബി കൊതുകടി ഏൽക്കാറുണ്ട് കേട്ടോ. അപ്പോ ഈ മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന കൊതുകുകൾ എപ്പോഴാണ് ബീറ്റ് ചെയ്യുന്ന വെച്ചാൽ നൈറ്റ് ആണ് മോസ്കിറ്റോസ് ബീറ്റ് ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. എന്താണ്? ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ശക്തമായ പനിയായിരിക്കും. വിറയലോട് കൂടിയൊരു പനിയാണ് മലേറിയയുടെ സിംറ്റം. വിറയലോട് കൂടിയ പനി, ഭയങ്കരമായിട്ട് വിറയലും ഭയങ്കര ഷിവറിങ്ങും ഭയങ്കരമായിട്ട് പനിയുമായിരിക്കും ഇതിന് സിംറ്റം ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ മലേറിയ വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം കൊതുക് കടിയേക്കാതിരിക്കാൻ നോക്കുക. അതേപോലെ കൊതുകുകൾ വരുന്ന സാഹചര്യങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. ഓക്കെ. ഇനി ഈ ജേംസ് നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസിനെയാണ് ആദ്യം എഫക്ട് ചെയ്യുന്നത്. ഈ മൊസ്കിറ്റോസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യും. നമ്മുടെ റെഡ് ബ്ലഡ് RBCനെ അത് അഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി പിന്നെ നമുക്ക് ഹെഡേക്ക്, ഭയങ്കരമായിട്ട് ഹെഡേക്ക് ഉണ്ടാവും. റിക്കറന്റ് ആയിട്ടുള്ള ഫീവർ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇനി പനിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആവും. അപ്പൊ ഇതൊക്കെയാണ് മലേറിയയുടെ കോമൺ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ആരാ റീഡ് ചെയ്യുന്നത് മലേറിയനെ കുറിച്ചിട്ട്? മലേറിയ. ഓക്കെ, അനുമോൾ ആൻസർ ആയിട്ടാ. അനുമോൾ വായിച്ചോ. Disease, then mosquitoes bite, the germs get in bloodstream and then the red blood corpuscles. Severe headache, recurrent fever, weakness of the body, etc. are the common symptoms. അപ്പോ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് എന്ന് കൂടെ എഴുതാം. മെയിൻലി ലൈബിൾ ഫോർ ദ സ്പ്രെഡിങ് ഓഫ് ദിസ്. ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് ലൈബിൾ ആരാണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ്. വെൻ മോസ്കിറ്റോസ് ബീറ്റ് ചെയ്യുമ്പോൾ ആ ജേംസ് നമ്മുടെ ബോഡി ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യും. അത് RBCനെയാണ് ആദ്യം എഫക്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഈ പറഞ്ഞ സിംറ്റംസ് മലേറിയ വന്നു കഴിഞ്ഞാൽ റിക്കറന്റ് ആയിട്ടുള്ള ഫീവേഴ്സ്, ഷിവറിങ്, അതേപോലെ ഭയങ്കര ഹെഡേക്കും, നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആയിരിക്കും, ഭയങ്കര വീക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് മലേറിയക്ക് കണ്ടുവരുന്ന സിംറ്റംസ്. ഓക്കെ, ബാക്കിയുള്ള അസുഖങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. മാം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഈ കൊതുകടിയിലൂടെ നമുക്ക് ഈ മലേറിയ ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ നമുക്ക് ഡ്രൈ ഡേ ആചരിച്ചൂടെ? അങ്ങനെ ഈ 8 ദിവസമല്ലേ കൊതുക് മുട്ടയിട്ട് അതൊരു ഇത് വരുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതെല്ലാം വീടുകളിൽ സേഫ് ആക്കും, കുഞ്ഞുങ്ങളെയൊക്കെ സേഫ് ആക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മഴക്കാലത്ത് മുമ്പായിട്ട്, ജൂണൊക്കെ ആവുന്നതിന് മുമ്പായിട്ട് ഈ പുറത്ത് കിടക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. അതൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഒരു പരിധിവരെ നല്ലതാണ്. കാരണം ഈ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര അസുഖങ്ങളായിരിക്കും. മലേറിയ, ചിക്കൻ ഗുനിയ, അതേപോലെ തന്നെ ഡെങ്കിപ്പനിയൊക്കെ സ്പ്രെഡ് ആവും. അപ്പൊ മാക്സിമം നമ്മള് എന്താ ചെയ്യാ, ഇത് വളരാൻ ഫേവറബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവാക്കുക തന്നെ വേണം. നമ്മൾ ഓരോ വീടുകളും നോക്കിയാൽ മതി. ആ വീടിന്റെ ചുറ്റുപാടും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വൃത്തിയാക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. പിന്നെ മാം ആക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലോ ഒന്നും കൂടി. എന്തായിരുന്നു ആക്ടിവിറ്റി? ഹാൻഡ് വാഷ്. ഓക്കെ, സുധാ പറഞ്ഞോളൂ ഡൗട്ട്. മാം, ഈ ജോണ്ടീസ് വരും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇത് ഡെത്ത് പോവുകയാണെങ്കിൽ ആദ്യം നമുക്ക് സ്പ്രെഡ് ആവുക ബോഡിയിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട്? മഞ്ഞപ്പിത്തം വന്ന് മരിക്കൂലേ? അപ്പൊ ആ ബോഡിയിൽ നമ്മൾ ടച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അസുഖം സ്പ്രെഡ് ആവും? ടച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്പ്രെഡ് ആവില്ല. അത് എക്സ്ക്രീറ്റ, പേഷ്യന്റിന്റെ എക്സ്ക്രീറ്റ, മലമൂത്ര വിസർജനം, അതിലൂടെയും അതേപോലെ ബോഡി ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ബോഡി ഫ്ലൂയിഡ് എന്തൊക്കെയാ, നമ്മളെ യൂറിൻ, അതേപോലെ തന്നെ ബ്ലഡ്, അതിലൂടെയൊക്കെ സ്പ്രെഡ് ആവുന്നതായിട്ട് സ്പ്രെഡ് ആവും. അല്ലാതെ ബോഡിയിൽ നിന്ന് സ്പ്രെഡ് ആയിട്ട് കിടക്കില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹാൻഡ് വാഷ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഞാൻ മറന്നുപോയി. ഹാൻഡ് വാഷ് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ആക്ഷൻ സോങ് വിത്ത് ഹാൻഡ് വാഷ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ തന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ, ഫൈനൗട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞോടാ. Hello, Miss. My name is Megha. I am signing out today. Thank you so much, Miss, for today's class. I really enjoyed it. Your class was very helpful. Special thanks to you, Miss. I am signing out now.
See you next Thursday. Bye. Thank you, Megha.